ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു യാത്ര പോകുന്ന വെച്ചാൽ അനിയത്തിയുടെ വീട്ടിലേക്ക് കേട്ടോ. ഞാനിപ്പം പറയുന്ന സ്ഥലം തന്നെയാണ് കാസർഗോഡ്. ഞാൻ അധികം കാസർഗോഡ് മംഗലാപുരം എന്നല്ലേ പറയൽ. ഇന്ന് മംഗലാപുരത്തേക്ക് പോകുന്നില്ല. മംഗലാപുരത്തേക്ക് ക്ഷാമം നിഷാദം പോകുന്നുണ്ട്. ഞാനും അനിയത്തി മക്കളൊക്കെ കാസർഗോഡ് അനിയത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്, കുമ്പളയിലേക്ക്. സുഫിയാനിക്ക് നിഷാദ് എന്ന് പറഞ്ഞ നിഷാദ് രാവിലെ ഉപ്പാൻ്റെ ഒക്കെ പോയി. സുഫിയാനിക്ക് സുഹാനിക്കും ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ട്രെയിനിന് പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ട്രെയിനിന് വന്ന് കുറേ കിട്ടൂലെന്ന് വിചാരിച്ചതായിരുന്നു. കുറച്ച് സമയം അവിടെ ഇരുന്നു. ലേറ്റ് ആയിരുന്നു കേട്ടോ ട്രെയിന്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ പോകുന്നതായിട്ട്. അതങ്ങനെ തുള്ളി കളിക്കുകയാണ് കേട്ടോ സുഫിയാനൊക്കെ. അങ്ങനെ മക്കളെ കളിയൊക്കെ കണ്ട് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കന്നെ ട്രെയിൻ വന്നു കേട്ടോ. അങ്ങനെ ട്രെയിനിൽ കയറി. പക്ഷേ ഞങ്ങൾ വിചാരിച്ച സീറ്റൊക്കെ കിട്ടുമായിരിക്കുന്നു. പക്ഷേ കയറുന്ന സമയത്ത് നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ പയ്യന്നൂർ ആ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കന്നെ പയ്യന്നൂരിൽ പഴയങ്ങാടി അങ്ങ് കഴിയുമ്പോഴത്തേക്കന്നെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 4 ആൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സുഫിയാനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയതിന് ശേഷം സുഫിയാൻ എന്താക്കിയെന്നറിയോ, എവിടെ ഇരുന്ന് കാണിച്ചു തരാം. അങ്ങനെ പെട്ടീൻ്റെ മുകളിലാട്ടോ ഓൻ കയറി ഇരുന്നത്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരാണിനെ കണ്ടപ്പോൾ പറഞ്ഞു, നീ അവിടെ ഇരിക്കണ്ട, ഇവിടെ ഞാൻ എണീച്ച് തരാം, നീ ഇവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കിന് ഒരുപാട് ആൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 ആളേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നല്ല വൃത്തിക്ക് ഇരിക്കാം, മക്കൾ കടന്നിട്ട് പോകേണ്ട സ്ഥലം ഉണ്ടായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാസർഗോഡല്ല കുമ്പള എത്തി. കാസർഗോഡ് എന്നേ പറയും എപ്പോഴും, കുമ്പളയാണ് കേട്ടോ നിങ്ങൾ ഇറങ്ങുന്നത്. എപ്പോഴും കാസർഗോഡ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സ്ഥലം കുമ്പളയാണ്. കുമ്പള റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ട്രെയിൻ പോയി. അതിന് നമുക്ക് അപ്പുറത്തേക്കൂടെ ഏണി കയറി കിടക്കണം. അപ്പം നമ്മൾ ലാസ്റ്റ് കയറിയതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ ട്രെയിൻ പാലം മുറിഞ്ഞ് കിടക്കാമായിരുന്നു കേട്ടോ. അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും. ഒരു ട്രെയിൻ പോകാനുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ആ ട്രെയിനാട്ടോ ഞങ്ങൾക്ക് തിരിച്ചു പോകുന്നതും. അങ്ങനെ സുഫിക്ക് പെട്ടിയിട്ട് പിന്നെ ഓനെന്നെ വിളിക്കും. ഓനെന്നെ എടുത്തോളാം, ഇങ്ങനെ വിളിച്ചു കൊണ്ടുവന്നല്ലേ. അപ്പോൾ ഓനെന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഓനിങ്ങനെ നടന്നു. അപ്പോൾ സുഹാനും ഉണ്ട് ബാക്കിൽ തന്നെ, ഇങ്ങനെ ഓനെ കളിയാക്കിയിട്ട് നടക്കുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോ എടുത്ത് അനിയത്തിയുടെ വീട്ടിലെത്തി കേട്ടോ. അനിയത്തിയുടെ വീട്ടിലെത്തുമ്പോൾ എപ്പോഴും അസറപ്പിനെ വിചാരിക്കുക കേട്ടോ. അവനാണെങ്കിൽ നമ്മളെവിടെയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനിപ്പോൾ വരാൻ വന്നിട്ട് അങ്ങനെ വരും. അവന് ഓട്ടോ എടുക്കുന്ന സമയത്ത് കേട്ടോ. അങ്ങനെ നമ്മൾ അനിയത്തിയുടെ വീട്ടിലെത്തി. പിന്നെ മക്കളൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഞെട്ടി കേട്ടോ. മക്കൾ തന്നെ പെട്ടെന്ന് വന്നിട്ട് ഞാൻ വിളിച്ച് നിൽക്കുക ചെയ്തത്. ഞാൻ പോയത് ഫസ്റ്റ് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അനിയത്തി ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയത് ഞങ്ങൾ വരുന്നത് എന്നിട്ട് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ രാത്രിക്ക് വലുതായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് സമയം സംസാരിച്ചിരുന്നു. പിന്നെ നാളെ ഇവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ ദോശയാണ് കേട്ടോ. ഇവർ നമ്മൾ ചുടുന്ന പോലത്തെ ദോശയല്ല കേട്ടോ. ഇവരിങ്ങനെ ഇതാക്കിയിട്ട് വയ്ക്കുന്ന ദോശയാണ്. പിന്നെ അതുപോലെ തന്നെ ആദ്യം സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കാൻ വന്ന രീതിയിലാണെന്നൊരു എനിക്കങ്ങനെ മടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പോകൂല, എല്ലാവരും കണ്ടപ്പോൾ പോകൂല എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ അത് ഷാറിലും പോയിട്ടോ. മഷാല്ല. പിന്നെ അതുപോലെ തന്നെ മീൻ മേടിച്ചു ഉച്ചയ്ക്ക് കണ്ടോ. അയിലയാണ് മേടിച്ചിട്ടോ. ഇവിടെ ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. എന്നുവെച്ചാൽ കുമ്പള ആലിക്കട അങ്ങോട്ട് ബോട്ടൊക്കെ വരുന്നതന്നെ. അപ്പോൾ അങ്ങനെ എനിക്ക് ഫ്രഷ് മീൻ കിട്ടും. അവർ വീട്ടിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവരുന്ന ആളുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ മേടിച്ചു. 1/2 കിലോ ആണ് കേട്ടോ. 1/2 കിലോന് 200 റുപ്യ, അല്ല 100 റുപ്യ 200 റുപ്യ അങ്ങനെയായിട്ടായിരുന്നു. അതൊക്കെ ചോറയപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം കുമ്പളയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. 2-3 സാധനം മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കുമ്പളയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അങ്ങനെ അവളെ പെങ്ങളെ മോനെ ഓട്ടോ എടുക്കുന്നതാണ്. അപ്പോൾ അവരവിടെ കുമ്പളയിലേക്ക് പോവുകയാണ്. കുമ്പള എത്തിയിട്ട് വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് ചായ കുടിക്കാതെ കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഇതാ മസാലപ്പൂരി ഉണ്ട് കേട്ടോ. അപ്പം മസാലപ്പൂരി വെച്ചു. പാൻപൂരി ഇല്ലേ അതിൻ്റെ. മക്കൾക്ക് എല്ലാവർക്കും കൂടി മക്കൾ വന്നിട്ടില്ല കേട്ടോ. മക്കൾക്ക് പാഴ്സൽ മേടിക്കുക ചെയ്തത്. അങ്ങനെ മക്കൾക്ക് മേടിച്ചു. ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു, കോണ്. അപ്പോൾ എല്ലാവർക്കും കൂടി അതൊക്കെ കഴിച്ചു. ഇന്നത്തെ രാത്രി അത് കഴിഞ്ഞു കേട്ടോ. രാത്രി ആയിട്ട് പിന്നെ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ രാവിലെ കാസർഗോഡേക്ക് പോകാൻ ഇറങ്ങിയതാണ്. കാസർഗോഡൊക്കെ ആയതുകൊണ്ട് മക്കളെല്ലാവരും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എന്തായാലും വരാൻ ലേറ്റാവും. കുമ്പള പോയ പോലെ ഇല്ലല്ലോ. കുമ്പള പോകാൻ മക്കളെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കാസർഗോഡേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ നിൽക്കുകയാണ് കേട്ടോ.
അവളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ബസ് സ്റ്റോപ്പെല്ലാം. 2 മിനിറ്റ് നടക്കേ കൊണ്ടു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ബസ് എത്തിയിരുന്നു. ബസ്സൊക്കെ വന്നു കേട്ടോ. അസാനും മോനാണ് കേട്ടോ ഭയങ്കര കരച്ചിൽ. ഞങ്ങൾ വരുമ്പോഴൊക്കെ എന്ത് കരച്ചിലാണെന്നറിയോ ഞങ്ങൾ കൂടെ വരാൻ. ഞങ്ങൾ പോകാനും എനിക്കിഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കും, ഫോണൊക്കെ വിളിച്ചിട്ട് എപ്പോൾ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ആദ്യം കുറച്ച് ഉഷാർ കുറവെന്ന് വെച്ചാൽ അവന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഉറങ്ങി എണീച്ചിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വന്നതായിരുന്നു. വലിയ ഉഷാറുണ്ടായിട്ടില്ല കേട്ടോ എനിക്ക്. അങ്ങനെ ബസ് വന്ന് ബസ്സിന് കയറി കാസർഗോഡേക്കാണ് കേട്ടോ. കാസർഗോഡ് എന്ന് വെച്ചാൽ ഇവിടുന്ന് 20 റുപ്യേൻ്റെ ഓട്ടോ ആണ് കേട്ടോ. അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കുമ്പളിയിൽ നിന്ന്. അങ്ങനെ അവന് ബസ്സിലൊക്കെ കയറുമ്പോഴത്തേക്ക് അവന് ഉഷാറായി കേട്ടോ. അങ്ങനെ അവന് സ്കൂളൊക്കെ കാണിച്ചു തന്നു. അവന് ഹാപ്പിയായി. ഉറക്കിലായതുകൊണ്ട് അവനക്ക് വരുമ്പോൾ ഭയങ്കര മൂഡൗട്ടായിരുന്നു. ബസ് കയറിയപ്പോൾ ഒന്ന് ശരിയായി. അങ്ങനെ നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിലാണ് എത്തിയത്. അവിടെ എത്തി പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ മക്കൾക്കൊക്കെ ബിരിയാണിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ബിരിയാണി എടുത്തു. ഞങ്ങൾ ഫ്രൈഡ് റൈസ് എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ അന്നേരം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ 2-3 ഷോപ്പിലൊക്കെ പോകാനുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഷോപ്പിൽ പോയ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ വലുതായിട്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. വിചാരിച്ചാണെങ്കിൽ എടുക്കായിരുന്നു, പക്ഷെ അങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ അനിയത്തിക്ക് ചെരുപ്പ് നോക്കണം എന്നിട്ട് ചെരുപ്പ് കടയിൽ കയറി കേട്ടോ. അപ്പോൾ അനിയത്തിക്ക് ചെരുപ്പ് എടുക്കണം എന്നിട്ട് നമ്മൾ ചെരുപ്പ് കടയിലും കയറി കേട്ടോ. അപ്പം ഒരുപാട് ആളുണ്ടായിരുന്നു. അപ്പോൾ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഒരു ഡ്രസ്സിൻ്റെ കടയിലും നോക്കി. അപ്പോൾ അതെനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ എടുത്തിട്ടില്ല, അങ്ങനെ നോക്കിയത് മാത്രം. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പുറത്തിറങ്ങി. പിന്നെ അനിയത്തിക്കൊരു ഡ്രസ്സ് വേറെ ഷോപ്പിൽ നിന്ന് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോവാണ്. അവിടുന്ന് അനിയത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഡ്രസ്സ് അടിക്കേണ്ടതാണ് കേട്ടോ എടുത്തത്, ഡ്രസ്സ് അടിക്കാൻ വേണ്ടിക്ക്. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച ആയിട്ടുണ്ടായിരുന്നു കാസർഗോഡേക്ക് വരാൻ. പിന്നെ കിഴങ്ങ് കച്ചാൻ വേണ്ടിക്ക് കിഴങ്ങെടുത്തു. പിന്നെ മക്കൾക്ക് പഴം, മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ ചെറിയ പഴമൊക്കെ. അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ, അങ്ങനെ പഴവും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ എടുത്തു. അപ്പോൾ ഇതാ പിന്നെ ഓരോരാൾക്ക് ഒന്ന് കാണുമ്പോൾ ഓരോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരാൾ നോക്കുന്നുണ്ട്. കാസർഗോഡ് ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ വൈകുന്നേരം സമയത്തൊക്കെ ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ചു. പിന്നെ ബസ്സിൻ്റെ സമയമായിട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് കരിമ്പ് ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് എല്ലാവരും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൻ്റെ സമയം കുമ്പളയിലേക്ക് ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളയിലേക്കുള്ള ബസ്സിന് തന്നെ നമ്മൾ കയറിയത്. നമുക്ക് കുമ്പളയിൽ ബസ് കയറി കുമ്പള എത്തണ്ട, അതിന് 2 സ്റ്റോപ്പ് മുന്നേ ആണ് കേട്ടോ നമുക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി. അങ്ങനെ രാത്രിയായിരുന്നു കേട്ടോ എത്താൻ. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്നത്തെ രാത്രിയും കൂടി കഴിഞ്ഞ് പിറ്റേന്ന് ആസിമ സ്കൂളിലൊക്കെ പോയി. അസാനും ഞാനും കൂടിയിട്ടൊന്ന് കാസർഗോഡ് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവനെയും കൂട്ടിയിട്ട് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അസാനെയും കൂട്ടിയിട്ട് പോയിട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പോകുന്നത് കുറച്ച് പീടിയിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ നിഷാദും കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്തത്. എനിക്കിഷ്ടമാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, 2-3 സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിഷാൻ്റെ ടൈമിൽ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അവൻ്റെ മേടിച്ച് കൊടുത്തയച്ച് അതിന് ശേഷം ഞാനും മോനും പോവുകയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെ നമ്മളിവിടെ വരാൻ. എനിക്കിഷ്ടം ഇങ്ങനെ പോകാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ അങ്ങോട്ട് നമ്മളെ വീട്ടിലേക്കെല്ലാം വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ വന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് വരുന്നതിന് കരച്ചിലൊന്നുമില്ല. ഞങ്ങൾ കാസർഗോഡ് ഇന്നലെ വന്ന സ്ഥലത്ത് തന്നെ കേട്ടോ കാസർഗോഡൊക്കെ പോയി. അതിനൊരു ചെറിയൊരു സാധനം മേടിക്കാനുണ്ട്, അതിന് മേടിച്ചു. ബസ് ഇറങ്ങിയിട്ട് നമുക്ക് റോഡ് അപ്പുറം കിടക്കണം. അപ്പോൾ ഏണി കയറിയിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കണം കേട്ടോ, തല്ല് ബസ്സും വണ്ടിയൊക്കെ പോകുന്നത്. വീട്ടിലെത്തി പനിയത്തി മന്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഒരു തട്ടിക്കുട്ടി മന്തി കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കേട്ടോ. അങ്ങനെ വൈകുന്നേരം വന്ന് ട്രെയിൻ കയറി. അപ്പം ഒരു 2-3 ദിവസത്തെ വീഡിയോ ഒന്നിച്ചാണ്, കുറച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ലെങ്ത്തായി, ഓരോ ദിവസത്തെ കുറച്ചുള്ള വീഡിയോ കുറച്ച് ലെങ്ത്തായി, സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് എത്തി കേട്ടോ. കാസർഗോഡ് നിന്ന് അല്ല കുമ്പളിയിൽ നിന്ന്, പിന്നെ കാസർഗോഡ് തന്നെ പറഞ്ഞു പോകുന്നു കേട്ടോ. കുമ്പളിയിൽ നിന്ന് കണ്ണാവരത്തേക്ക് ട്രെയിൻ കയറിയത് കേട്ടോ.
നമ്മൾ കണ്ണാവര ഇറങ്ങി. ശ്യാമ ഇവിടത്തേക്ക് കൂട്ടാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണാവര റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഓട്ടോ എടുത്തു. ശ്യാമ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഷോപ്പ് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മളൊന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.